നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പലരും തുറന്ന് സംസാരിക്കാൻ ഒരല്പം മടിക്കുന്ന ഒന്നാണ്, അല്ലേ? സ്ത്രീകളുടെ ലൈംഗികാരോഗ്യത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെപ്പറ്റി. പക്ഷേ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്കിതിനെപ്പറ്റി ലളിതമായി ഒന്ന് സംസാരിക്കാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ആരോഗ്യത്തിന്റെ വളരെ നോർമലായൊരു ഭാഗമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെയൊരു നിശ്ശബ്ദത, അല്ലേ? നമുക്ക് ആ നിശ്ശബ്ദതയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ ആരോഗ്യത്തിന്റെ ഭാഗമായി കാണാൻ പഠിക്കുക എന്നതാണ്. ചുറ്റുമുള്ള തെറ്റിദ്ധാരണകളൊക്കെ അങ്ങ് മാറ്റിവെച്ച് നമുക്ക് ഈ സംഭാഷണം തുടങ്ങാം. അപ്പൊ എന്താണ് ഈ സ്വയംഭോഗം? വളരെ ലളിതമായി പറഞ്ഞാൽ, ലൈംഗികമായ സന്തോഷത്തിനോ ഉത്തേജനത്തിനോ വേണ്ടി സ്വന്തം ലൈംഗിക അവയവങ്ങളെ സ്പർശിക്കുന്ന ഒരു പ്രവൃത്തി. ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. നമ്മൾ ശ്വാസമെടുക്കുന്നതുപോലെ അല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കുന്നതുപോലെ ശരീരത്തിന്റെ തികച്ചും സ്വാഭാവികമായൊരു കാര്യം മാത്രമാണിത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഉദാഹരണത്തിന്, ഇത് നമ്മുടെ ശരീരത്തിലെ എൻഡോഫിൻ പോലെയുള്ള ഹാപ്പി ഹോർമോണുകൾ റിലീസ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സും ടെൻഷനുമൊക്കെ കുറയ്ക്കാനിത് ബെസ്റ്റാണ്. അതുമാത്രമല്ല, ഉറക്കം മെച്ചപ്പെടുത്താനും സ്വന്തം ശരീരത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഇത് സഹായിക്കും. ചിലർക്ക് ആർത്തവ സമയത്തുള്ള വേദന കുറയ്ക്കാനും ഇത് സഹായകമാണെന്ന് പഠനങ്ങൾ വരെ പറയുന്നുണ്ട്. ശരി, ഇനി നമുക്ക് സ്ത്രീ ശരീരഘടനയുടെ ചില ബേസിക് കാര്യങ്ങൾ നോക്കിയാലോ? കാരണം എങ്ങനെ എന്നറിയുന്നതിനു മുൻപ് എന്ത് എന്നറിയണമല്ലോ. സ്വന്തം ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ ലൈംഗിക ആനന്ദത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. ഇതിലേറ്റവും സെൻസിറ്റീവായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലിറ്റോറിസ് അഥവാ ക്രിസറി. പിന്നെ വൾവ, ജി-സ്പോട്ട്, യോനി, ഇതൊക്കെ അതിൽ പെടും. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. അതായത് ഒരാൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോ സ്വന്തം ശരീരം പരീക്ഷിച്ചു മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അപ്പോ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. പലരും വിചാരിക്കുന്നതിന് വിപരീതമായി മിക്ക സ്ത്രീകൾക്കും ഓർഗാസം അഥവാ രതിമൂർച്ച ഉണ്ടാകുന്നത് യോനിക്കുള്ളിലെ ഉത്തേജനത്തിലൂടെ മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി ക്ലിറ്റോറസ് പോലുള്ള പുറമേയുള്ള ഭാഗങ്ങളിൽ ഉത്തേജിപ്പിക്കുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ ആനന്ദത്തിലേക്കുള്ള ഏറ്റവും നേരിട്ടുള്ള വഴി പലപ്പോഴും ഇതാണ്. ശരി, അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികള്? ആദ്യം തന്നെ പറയട്ടെ, ഇതിൽ ശരിയെന്നോ തെറ്റെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സന്തോഷം തരുന്ന രീതി ഏതാണോ അത് കണ്ടെത്തുക. അതാണ് പ്രധാനം. ഏറ്റവും സാധാരണയായി കൈകളും വിരലുകളും ഉപയോഗിക്കാറുണ്ട്. ചിലർ സെക്സ് ടോയ്സ് ഉപയോഗിക്കാറുണ്ട്. ഇനി അതൊന്നുമല്ലാതെ ഷവറിൽ നിന്നുള്ള വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ തലയണയോ ബെഡ്ഷീറ്റോ ഒക്കെ ഉപയോഗിച്ചും ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം. ഇതിനപ്പുറം ഒരുപാട് സാധ്യതകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം: സുരക്ഷ. ഈ ഒരു അനുഭവം എപ്പോഴും സുരക്ഷിതവും ആരോഗ്യകരവുമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമതായി, വൃത്തി. കൈകളും ഉപയോഗിക്കുന്ന ടോയ്സൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. രണ്ടാമതായി, ആവശ്യമെങ്കിൽ ലൂബ്രിക്കന്റ് ഉപയോഗിക്കാൻ മടിക്കരുത്. അത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പവും സുഖകരവുമാക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ശരീരത്തെ കേൾക്കുക. എവിടെയെങ്കിലും വേദനയോ അസ്വസ്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ അപ്പത്തന്നെ നിർത്തുക. ഒരു കാരണവശാലും വേദന സഹിച്ചു മുന്നോട്ടു പോവരുത്. നമ്മുടെ ശരീരം തരുന്ന സിഗ്നലുകളെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ സുരക്ഷയെല്ലാം ഉറപ്പുവരുത്തി സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വെറുമൊരു ശാരീരികമായ കാര്യം മാത്രമല്ല, ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ലൈംഗിക ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ സെക്ഷൽ വെൽനെസ്സിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ലൈംഗികതയെ സ്വന്തമാക്കുന്നത് ഒരുതരം സെൽഫ് കെയർ ആണ്. അത് സ്വന്തം ശരീരത്തെയും ആനന്ദത്തെയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇതിന്റെ അർത്ഥമെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും അതിന്റെ സന്തോഷങ്ങളെക്കുറിച്ചുമുള്ള തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്. അത് മറ്റാരുടെയും നിയന്ത്രണത്തിലല്ല. അപ്പോ സ്വന്തം ആരോഗ്യത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപക്ഷെ അതിന്റെ ഒരു തുടക്കം സ്വന്തം ശരീരത്തെ ലജ്ജയോ ഭയമോ ഇല്ലാതെ അറിയുന്നതിൽ നിന്നും അതിന്റെ സന്തോഷങ്ങളെ ധൈര്യത്തോടെ സ്വീകരിക്കുന്നതിൽ നിന്നുമായിരിക്കാം, അല്ലേ?
ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെയെല്ലാം ആരോഗ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.